ഡിവൈഎഫ്ഐയുടെ പ്രിയപ്പെട്ട പ്രവർത്തകനെ ഒരു വലിയ ഒരു രക്തസാക്ഷിത്വത്തിലേക്ക് കടന്നിരിക്കുകയും അതിദാരുണമായ ഒരു സംഭവമാണ്, ഒരു കൊലപാതകമാണ് ഈ ഗ്രാമപ്രദേശത്തുണ്ടായിട്ടുള്ളത്. ഡിവൈഎഫ്ഐയുടെയും CI2-ൻ്റെയും എല്ലാം സജീവ പ്രവർത്തകനായിട്ടുള്ള ഈ ഗ്രാമത്തിൻ്റെ ജനങ്ങളുടെ ആകെ ഒരു പ്രിയങ്കരനായിരുന്ന പൊതുപ്രവർത്തകനെയാണ് ഇവിടെ ഈ നാടിന് നഷ്ടപ്പെട്ടത്. RSSൻ്റെയും BJPയുടെയും ക്രിമിനൽ സംഘം കഴിഞ്ഞ കുറേയധികം കാലമായി അവർ ഗൂഢാലോചന നടത്തി അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു കൊലപാതകമാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മുതലുണ്ടായ സംഭവ വികാസങ്ങൾ ഇതുമായി ചേർത്ത് വായിക്കേണ്ടതാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ സംഘർഷം, ഇവിടെ ഒരു ആശ്രമത്തിൻ്റെ ഭൂമി കയ്യേറുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ, അതേപോലെ സംഘപരിവാർ സംഘടനകൾക്കകത്ത് തന്നെയുള്ള ചില പ്രശ്നങ്ങൾ, സംഘടനകൾക്കകത്ത് തന്നെ ചില പ്രശ്നങ്ങൾ, അത് RSSൽ തന്നെ വലിയ തോതിൽ ആളുകൾ ആ സംഘടന വിട്ടുപോകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ആ പ്രസ്ഥാനത്തിനകത്ത് വലിയ തരത്തിലുള്ള അന്തഛിദ്രങ്ങൾ ഉണ്ടായിക്കൊണ്ട് ആ സംഘടനയിൽ നിന്ന് RSSൽ നിന്ന് തന്നെ കുറേയധികം ആളുകൾ ആ പാർട്ടി വിട്ട് മറ്റ് പുരോഗമന പ്രസ്ഥാനങ്ങളിലേക്കൊക്കെ പോകുന്നതിന് വേണ്ടിയുള്ള ചില നീക്കങ്ങൾ അത് മനസ്സിലാക്കി ഒരു സംഘർഷമുണ്ടാക്കി. ആ സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ അതിനെയെല്ലാം തടയിടുക എന്നുള്ളതും, അതുപോലെ ഈ പ്രദേശത്തെ CPIMൻ്റെയും DYFIയുടെയും CI2-ൻ്റെ എല്ലാം സജീവ നേതൃത്വമായിട്ടുള്ള സഖാവ് ജിതിനെ കൊലപ്പെടുത്തുക വഴി ഇവിടുത്തെ CPMനെ DYFIയൊക്കെ ഇല്ലാതാക്കാം എന്ന ഒരു വ്യാമോഹത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് RSS BJP സംഘം ഒരു ക്രിമിനൽ സംഘത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗൂഢാലോചനയുടെ ഭാഗമായി, അതിൻ്റെ നേതാക്കന്മാരടക്കമുള്ള ആളുകളുടെ ഗൂഢാലോചനയുടെ ഭാഗമായി ഇത്തരത്തിലൊരു കൊലപാതകം, തികച്ചും ഗ്രാമീണ അന്തരീക്ഷത്തിൽ സമാധാനപരമായി ആളുകൾ ജീവിക്കുന്ന പ്രദേശത്ത് ഇത്തരത്തിലൊരു കൊലപാതകം ഉണ്ടായിട്ടുള്ളത് തികച്ചും പ്രതിഷേധാത്മകമാണ്. അതിശക്തമായ പ്രക്ഷോഭങ്ങളിലേക്ക് ഇതിനെതിരായിട്ടുള്ള ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ളതിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പ് DYFI സംഘടിപ്പിക്കും.